ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. അവരെ ദൈവം നോക്കിക്കോളൂ എന്നുള്ള കാര്യത്തില് എനിക്കും ഒരു സംശയമില്ല. പക്ഷേ ചെകുത്താന്റെ മനസ്സിലൊരുത്തി കൂടെയുള്ളപ്പോ മുന്നോട്ട് വെക്കുന്ന ഓരോ ചുവട്ടിലും ചതിയുണ്ടാവും. അവളുടെ പ്ലാൻ എന്താണെന്ന് ഇനിയും വ്യക്തമല്ല. എന്തായാലും എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തിരിക്കും. നന്ദേട്ടൻ നമ്മളെ വിഷയം വേണ്ടി വിളിച്ചതാ. ഏട്ടത്തിയുടെ കൊടുക്കാന്ന് പറഞ്ഞപ്പോഴേക്കും ഫോൺ കട്ട് ചെയ്തു. സ്വന്തം ഭാര്യയുടെ കൂടെ ഒരു പൂജയ്ക്ക് വരാനോ എന്നെ ഒന്ന് വിഷ് ചെയ്യാനോ ഒക്കെ സമയമില്ല. എന്നിട്ട് നിങ്ങളെ വിളിച്ച് വിഷ് ചെയ്തിരിക്കുന്നു. അവനവൻ കൊടുക്കുന്നത് മാത്രമേ തിരിച്ചു കിട്ടൂ, അതാരായാലും. നന്ദേട്ടനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കാര്യം ഞാൻ പറയാം. നമ്മളിപ്പോ ഒരു നല്ല കാര്യത്തിന് പോവുക. പൂജ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ നിങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നവും തീർക്കാൻ ഏട്ടത്തെ എന്നെ മുൻകൈ എടുക്കണം. സച്ചിൻ എന്തിനെങ്ങനെ നന്ദേട്ടനെ ന്യായീകരിക്കുന്നേ? സച്ചേട്ടാ, ഇതൊന്നും സംസാരിക്കാനുള്ള സമയമല്ലേ ഇപ്പൊ. നമ്മളൊരു നല്ല കാര്യത്തിനല്ലേ പോകുന്നത്. നെഗറ്റീവായിട്ടുള്ള ഒരു സംസാരവും വേണ്ട. എടുത്തി ഇനി നന്ദേട്ടൻ വരാത്തതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ പ്ലീസ്. ഒരു കണക്കിന് അയാൾ കൂടെ വരാതിരുന്നത് നന്നായി. വന്നിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ചൊന്നും നടക്കില്ല. എളുപ്പത്തിൽ മലയും കയറി അനുഗ്രഹം വാങ്ങിക്കാന്ന് വിചാരിച്ച് രണ്ടുപേരും കൂടി കാത്തിരിക്കുക. പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് ഇവർക്ക് രണ്ടിനും അറിയില്ലല്ലോ. എന്തായി? എന്തെങ്കിലും വിവരം കിട്ടിയോ? ശരി, ഉടൻ തന്നെ അറിയിക്കണം. ഹലോ, ഞാൻ ഇത്രയും നേരം നിങ്ങളുടെ കോളും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. എന്താ? തമിഴ്നാട്ടിൽ നിന്ന് ഒരു സംഘം മല കയറിയിട്ടുണ്ട്. ഈ അടുത്ത് ജയിലിൽ നിന്ന് ഇറങ്ങിയ ഒരാളാണ് അവരുടെ നേതാവ്. പേര് രത്നവേൽ പാണ്ഡ്യൻ. 2 കൊലക്കേസുകളിലെ പ്രതിയാണ്. ആളിപ്പോ ജാമ്യത്തിൽ ഇറങ്ങിയെന്നേ ഉള്ളൂ. മറ്റെന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ഇതുവരെ ഇല്ല. അടിവാരത്ത് നമ്മൾ ഏർപ്പാടാക്കിയ ആൾക്കാരുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും അർച്ചനയും സച്ചേട്ടനും മല കയറിയ വഴിപാടുകൾ നടത്തിയിരിക്കണം. അതിനൊരു തടസ്സം ഉണ്ടാവാൻ പാടില്ല. അവർക്കൊരു പോറൽ പോലും ഏൽക്കരുത്. അത് ഞങ്ങൾ ഉറപ്പുവരുന്നു. അവർ ഈ പൂജ പൂർത്തിയാക്കിയിരിക്കും. അത് മതി. ഇവരെ കൂടാതെ മറ്റേതെങ്കിലും ഒരു ടീം മല കയറിയാൽ അത് തന്നെ അറിയിക്കണം. വിവരങ്ങൾ ഞങ്ങൾ അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. ശരി. താൻ എന്തിനാ ഇപ്പൊ ചായയൊക്കെ എടുക്കാൻ പോയത്? എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പോയി എടുത്ത് കുടിക്കില്ലായിരുന്നോ? ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതെ മര്യാദക്കൊന്ന് ബെഡ് റെസ്റ്റ് എടുക്ക്. ധനുഷിന് എന്താ ഒരു ടെൻഷൻ പോലെ? ഏയ് ഒന്നുമില്ല, നിനക്ക് തോന്നുന്നതാ. എന്നോട് വെറുതെ കള്ളം പറയാൻ നിൽക്കണ്ട ധനുഷ്. അർച്ചനയും സച്ചിയേട്ടനും മല കയറാൻ പോയതല്ലേ, അതിന്റെ കാര്യം ഓർത്തുള്ള ടെൻഷനാ. അതിനെന്തിനാ ഇത്ര ടെൻഷൻ? അവര് പോയി വഴിപാട് കഴിച്ചിട്ട് വരട്ടെ. കൂടെ പോയിരിക്കുന്ന മുതലിനെ അറിയാലോ, അവന്തികയാ.
എന്തൊക്കെയാവുമെന്ന് കണ്ടറിയണം. അതിനെന്താ, അവര് മല കയറി വഴിപാട് നടത്താൻ പോയതല്ലേ? ഉം. അവരും വഴിപാട് നടത്താൻ പോയതാ. അപകടം പിടിച്ചൊരു മലകയറ്റമാണത്. ആ മല കയറി ക്ഷേത്രത്തിലെത്തുന്നതുവരെ ഒരുപാട് പ്രതിസന്ധികളുണ്ടാവും. അതൊക്കെ തരണം ചെയ്താൽ മാത്രമേ മുകളിലെത്താൻ പറ്റൂ. എന്റെ ധനുഷെ, ഇങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ദൈവത്തെ കാണാൻ പോയവരെ ദൈവം നോക്കിക്കോളും. അവരെ ദൈവം നോക്കിക്കോളൂ എന്നുള്ള കാര്യത്തില് എനിക്കും ഒരു സംശയമില്ല. പക്ഷേ ചെകുത്താന്റെ മനസ്സിലൊരുത്തി കൂടെയുള്ളപ്പോ മുന്നോട്ട് വെക്കുന്ന ഓരോ ചുവട്ടിലും ചതിയുണ്ടാവും. അവളുടെ പ്ലാൻ എന്താണെന്ന് ഇനിയും വ്യക്തമല്ല. എന്തായാലും എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തിരിക്കും. ഹര ഹര മഹാദേവ. 5 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു മലകയറ്റം. വെള്ളിയാങ്കരിയുടെ പുണ്യം തന്നെ ശരണം. ഭഗവാനെ കാത്തോണേ. എന്താ സ്വാമി, മല കയറുന്നതിന് മുമ്പ് ക്ഷീണിച്ചോ? ഈ മല കയറുന്നവരെ കണ്ടുകൊണ്ട് ഇവിടെ എങ്ങനെ ഇരിക്കുന്നത് ഒരു സുഖ. ആഹാ, ഇന്ന് മഴ പെയ്യുന്നാ തോന്നുന്നേ. പെയ്യട്ടെ, നല്ലതുപോലെ പെയ്യട്ടെ. പക്ഷേ ഉരുൾ പൊട്ടാതിരുന്നാ മതി. പണ്ടത്തെ ഉരുൾപൊട്ടലിന്റെ പേടി ഇപ്പോഴും മാറിയിട്ടില്ല. അന്ന് മണ്ണിനടിപ്പെട്ട് ഒലിച്ചു പോയത് 10-14 ജീവനാ. ഇത്തവണ അങ്ങനൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. പക്ഷേ ആനക്കൂട്ടത്തെ ശ്രദ്ധിക്കണം. ഫോറസ്റ്റ് ഗാർഡിനെ ചവിട്ടിക്കൊന്നിട്ട് 2 ദിവസം ആവുന്നേ ഉള്ളൂ. പാവം, നല്ല മനുഷ്യനായിരുന്നു. മോനെ, നീ അത് കണ്ടോ?